ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഒന്ന് കുറച്ച് റബ്ബർ ഷീറ്റ് ആക്കണ പരിപാടികളാട്ടോ കാണിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അത് നമ്മളെ മലപ്പുറത്ത് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, റാട്ടപ്പരയും റബ്ബറും ഒക്കെ. അപ്പോൾ അവിടുത്തെ റബ്ബറാണ്. അപ്പോൾ ഈ മെഷീൻ കണ്ടില്ലേ, അത് ഒന്ന് അച്ച് മെഷീനും നിച്ചല്ലോലാക്കാരെല്ലാവരും നിച്ചല്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പം ഒന്ന് അച്ച് മെഷീനും ഒന്ന് സാധാ മെഷീനുമാണ്. അപ്പം നമ്മൾ സാധാ മെഷീൻ ആദ്യമായിട്ട് റബ്ബർ ഷീറ്റിനെ 1-2 വട്ടം ഇടേണ്ടത്. പിന്നെയാണ് നമ്മൾ ഈ അച്ച് മെഷീനും ഇടുക. അപ്പോൾ ഈ അച്ച് മെഷീനുമ്മ കണ്ടോ, നടുക്കൊരു എണ്ണ്, തിരിഞ്ഞൊരു എണ്ണിനെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ എണ്ണ് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ പിന്നെ ആംബുലൻസ് എഴുതുന്ന പോലെ തന്നെ ഇതിങ്ങനെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഷീറ്റ് അടിച്ചുമ്പോൾ അത് ഈമ വരും, ശരിക്കും എന്നായി വരും കേട്ടോ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ അവിടുത്തെ ഇനിഷ്യൽ വെച്ചുങ്ങാണ്ടാണ് ഈ റാട്ടിയിൽ ഈ അച്ചുമ്മ വെച്ചിക്കാണ് ഇനീഷ്യൽ. അതെന്താ വെച്ചാൽ ഈ റാട്ടിയിൽ അടിച്ചണോൽക്ക് നമ്മൾ പുറത്തുനിന്ന് ലോലും അടിച്ചും, നമ്മളവിടെ വന്നുങ്ങാണ്ട് നമ്മളതും അവിടെ അടിച്ചും. അപ്പോൾ ആ അച്ചുമ്മ അടിച്ച ഏത് ഷീറ്റ് ഉണ്ടോ അതൊക്കെ ഇങ്ങനെ തന്നെ ആയി വരും കേട്ടോ. അപ്പം നമ്മളതിൽ നിന്ന് അഥവാ ആരെങ്കിലുമൊക്കെ പിന്നെ കട്ടുകൊണ്ട് പോവുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചാനൊക്കെ കഴിയും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഷീറ്റൊക്കെ ആക്കലൊക്കെ കഴിഞ്ഞു, ഷീറ്റ് അടിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കേകി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേകി കമത്തി വെച്ചാൽ പിറ്റേന്ന് അടിച്ചില്ല, 1.5 ആയിരിക്കും വെട്ടുക. അപ്പോൾ മാൻ്റെ ഒരു അനുജത്തിൻ്റെ മോൻ തന്നെയാണിത് വെട്ടൽ, നമ്മളത് വെട്ടൽ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പം ഷീറ്റ് ആക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞത് കണ്ടോ. അതൊക്കെ നമ്മളെ റബ്ബർ മരങ്ങളാണ്, ഒരുപാടുണ്ട്. അതിനൊക്കെ കുറേ പൊളിഞ്ഞ് വീണ് അങ്ങനെ പോയി, അങ്ങനെയൊക്കെ കുറേ അങ്ങനെ പോയി. ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇല്ല ഷീറ്റാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പം അങ്ങനെ ഉണങ്ങിയതും പച്ചയൊക്കെയാണ് ഇപ്പോൾ ഈ കാണിച്ചു തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാടത്ത് കുറച്ച് വയലുണ്ട്. അതിൽ ഒരു 1/2 ഏക്കർ സ്ഥലം, അതിൽ കുറച്ച് കവുങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ കവുങ്ങൊക്കെ മുറിച്ച് ഇപ്പോൾ ചെറിയ കവുങ്ങും തൈ നല്ലത് നോക്കി വെച്ചിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വാഴയും കുഴിച്ചിട്ടിരിക്കണം കേട്ടോ. രണ്ടും ഒപ്പാണ് കുഴിച്ചിട്ടിരിക്കണത്. അപ്പോൾ ഇത് വെച്ചിട്ട് ആകെ ഒരു മഴയെ എങ്ങാണ്ട് തട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നും ആങ്ങളത് വന്നിട്ട് ലീവിന് വന്നിട്ട് ഇവിടെ തന്നെയാണ് പണി. കവുങ്ങ് മുറിച്ചാലും അത് പിന്നെ നേരെയാക്കലും കുറ്റിയടിച്ച് വേറെ രണ്ടാമത് കവുങ്ങും തൈ കൊണ്ടരലും വെക്കലും അങ്ങനെയൊക്കെ വാഴ വെക്കലും ഒക്കെ കഴിഞ്ഞ് ഓൻ പോയിട്ടോ. ഇനി നനക്കണ പരിപാടി പെണ്ണുങ്ങൾക്കും പെങ്ങൾക്കുമാണ് കിട്ടിയിരിക്കണത്. പോല് രണ്ടാളും 2 ദിവസം നനക്കൂല, പിറ്റേന്ന് പോയി നനക്കും. അങ്ങനെ നനക്കലാണ്. അപ്പം ഞങ്ങളാകെ 4 ദിവസത്തിനല്ലേ പോയത്. അപ്പം ആ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു നനയിൽ ഞാനും പെട്ടു കേട്ടോ. ഞാൻ പെട്ടിക്കൊന്നല്ല, ഞാനും പോരാന്ന് പറഞ്ഞതാണ്. കവുങ്ങ് മുറിച്ചിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഒരു മത്തൻ തയ്യാത്തത്, അത് നമ്മൾ വേണമെങ്കിൽ കരുതി കുഴിച്ചിടുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി ഞാൻ കുഴിച്ചിട്ടപ്പോൾ എന്തേ അവിടെ ഉണ്ടായിട്ടോ. അതിന് കായും പിടിച്ചു. അങ്ങനെ ഈ ചാലിൽ കൂടെ ഇങ്ങനെ വെള്ളം ഉണ്ട്, അതിന് കോരിങ്ങാണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി നനക്കണത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കിണറോ കുഴിയോ ഒക്കെ കുഴിച്ചണം, എന്നിട്ട് അവിടെ ഒരു പിന്നെ ഇതൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിരിക്കണം. മോട്ടറൊക്കെ വെച്ചങ്ങാണ്ട് നനക്കണം എന്ന് വിചാരിച്ചിരിക്കണം. പിന്നെ അവിടുന്ന് വന്നിട്ട് പറഞ്ഞു നൂഹ പിന്നെ അനിയത്തിനെ കുഞ്ഞാന്നാട്ട വിളിക്കുക. അപ്പം അങ്ങനെ അവളോട് പറഞ്ഞു, കുഞ്ഞാ എന്നെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമോ, ഷോപ്പിങ്ങിന് പോകണ ഇഷ്ടമാണ്, ഞാൻ ഷോപ്പിങ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നവാറിന് കൊണ്ടുപോയതാട്ടോ. അപ്പം ഞങ്ങൾ പോയത് മേലാറ്റൂർ പിന്നെ ജാംജൂമുക്കാട്ടോ. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ് അങ്ങനെ ഒന്ന് അവളെ ആഗ്രഹമല്ലേ, അതൊന്ന് മാറും ചെയ്തോളും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ഒക്കെ കളറുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങി, എന്തൊക്കെയോ കുറേ നുള്ളിപ്പെറുക്കി എടുത്ത് അങ്ങനെ അത് കുറേ വാങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറി അവിടുന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ കമ്പം വാങ്ങാൻ ചെന്നാൽ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടോ.
മൂത്തിട്ട് തന്നെയല്ല വന്ന് നോക്കിയാൽ പിന്നെ അടുപ്പത്ത് വെച്ച് പുഴുങ്ങി നോക്കുമ്പോൾ പച്ച വെള്ളം. അത് മൂക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അത് വെറുതെ ആയിട്ടോ. പിന്നെ ഇവിടെ തേനൊക്കെ കണ്ടപ്പോൾ തേന് വേണം പറഞ്ഞു, തേനൊക്കെ വാങ്ങി. പിന്നെ എന്തൊക്കെ ബിസ്ക്കറ്റ്, പിന്നെ വെള്ളം കലക്കണ അല്ല വെള്ളം കലക്കണ എന്താണ് കുപ്പിയിൽ വരുന്ന സംഗതി ഉണ്ടല്ലോ, അപ്പം ഇനിയിപ്പോൾ പേര് പെട്ടെന്ന് കിട്ടണില്ല. അതും ഒക്കെ വാങ്ങി, കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ അവിടുന്ന് പോന്നുകാണ്ട് നേരെ പിന്നെ പോയത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാട്ടോ. ഇവിടുന്ന് മുട്ടായികളൊന്നും കണ്ടിട്ടേ ക്രിസ്മസിൻ്റെ അതുമല്ലേ, നല്ല രസമുണ്ട് ഇവിടെ. ജാം ജൂമിൽ ചെന്നാൽ പിന്നെ വേറെ എവിടേക്കും പോകണ്ട കേട്ടോ. ഇഷ്ടം പോലെ സംഗതികൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോരാൻ തോന്നും. ഏതായാലും ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ അവിടുന്ന് നേരെ വന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കയറി. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.